ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു റിതം ഓഫ് ലൈഫ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ പോപ്പിയം കൊണ്ട് കാക്കനാടുള്ളൊരു വെറ്റിനറി ഹോസ്പിറ്റലിലേക്കാണ് പോണത്. പോപ്പിയാൻ പാടിയപ്പോൾ കാറിലിരിക്കുന്നുണ്ട്. പോപ്പിക്ക് അറിയില്ല ഇന്ന് എന്താണ് എനിക്ക് വരാൻ പോണ പണിയെന്ന് ആലോചിച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പോകണം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോപ്പീനെ മീറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്കൊരു പ്രീ ടെസ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോണത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഹോസ്പിറ്റലിൽ പോണത്. ആ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പ്രീ ടെസ്റ്റിന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ ബ്ലഡിൻ്റെയും പിന്നെ യൂട്രസിൻ്റെയും ഒരു ചെക്കപ്പ് ചെയ്യണം. അതായത് അവളുടെ പ്രൊജസ്ട്രോണും പിന്നെ യൂട്രസിൻ്റെ സെൽസ് ചെക്ക് ചെയ്യാൻ കൂടിയിട്ടാണ് ഈ ടെസ്റ്റ്. അവൾക്ക് അപ്പോൾ ബാക്കിലേക്ക് വരാനുള്ള തന്ത്രപ്പാടിനെ കാണിക്കുന്നത് കേട്ടോ. കുറച്ച് നേരം ഫ്രണ്ടിലിരിക്കുമ്പോൾ പിന്നെ കുറച്ച് നേരം ബാക്കിലിരിക്കണം, അങ്ങനെയാണ് പോപ്പിയുടെ അവസ്ഥ. അപ്പോൾ നമ്മൾ ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വരുമ്പോഴാണ് അവർ പറയുക ഇന്ന ദിവസമാണ് നമ്മൾ പോപ്പീനെ കൊണ്ട് മീറ്റ് ചെയ്യിക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ പോപ്പിക്ക് 4 ദിവസമായിട്ടുണ്ട് ബ്ലഡ് വന്ന് തുടങ്ങിയിട്ട്. അപ്പോൾ 4ാമത്തെ ദിവസമാണ് നമ്മൾ ചെന്നത് കേട്ടോ. പക്ഷേ അവൾക്കിപ്പോൾ 3 വയസ്സ്, ഞാൻ പറഞ്ഞല്ലോ 3 വയസ്സായിട്ടുണ്ട് അവൾക്ക്. അപ്പോൾ നമ്മൾ ഇതുവരെ അവളെ മീറ്റ് ചെയ്യിപ്പിച്ചിട്ടില്ല. ഇതിനു മുമ്പ് നമുക്കൊരാലോചന ഉണ്ടായിരുന്നു ഇങ്ങനെ അവളെ കൊണ്ട് മീറ്റപ്പ് ചെയ്യിപ്പിച്ചാലോ എന്നുള്ളത്. പക്ഷേ ഞങ്ങൾക്ക് ആ സമയത്ത് അവളെ മീറ്റ് ചെയ്യിക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ സമയത്ത് അവളുടെ നിപ്പിൾസിൽ നിന്നൊക്കെ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നോർമലി നമ്മളൊരു മീറ്റപ്പ് ചെയ്യിച്ച് കഴിഞ്ഞാലാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവുക. പക്ഷേ അവൾക്ക് അങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ പിന്നെ അത് വീർത്ത് തുടങ്ങി, അവളുടെ ബ്രസ്റ്റൊക്കെ ഇങ്ങനെ വീർത്ത് തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ടെൻഷനായി. അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് അത് നിൽക്കാനുള്ള ആൻറ്റിബയോട്ടിക്സൊക്കെ കൊടുത്ത് ശരിയാക്കി. അതുകൊണ്ടാണ് നമ്മൾ എന്തായാലും ഇത്തവണ അവളെ ഇങ്ങനെ നമ്മൾ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മളവിടെ പോയിട്ട് പ്രീ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അതിന് നമ്മൾ പറയുന്ന പ്രൊജസ്ട്രോൺ ടെസ്റ്റും പിന്നെ എക്സ്ഫോലിയേറ്റ് വെജൈനൽ സൈറ്റോളജി എന്ന ടെസ്റ്റാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. 750 രൂപയാണ് ടെസ്റ്റിന്. അത് കഴിഞ്ഞാലാണ് നമ്മൾ ഏത് ഡേറ്റിലാണ് പോപ്പീനെ മീറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോകേണ്ടത് നമുക്ക് അപ്പോൾ മനസ്സിലാവും, അവർ പറയും ഡേറ്റ്. ഞങ്ങളിങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് കോമഡി ആയിട്ട് തോന്നും. കാരണം ഒരു ഡോഗിന് വേണ്ടി നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതൊരു ഓവറല്ലേ എന്നൊക്കെ ഉള്ളൊരു സംഭവം നിങ്ങൾക്ക് തോന്നാം. പക്ഷെ നമ്മൾ എന്തിനാണ് നമ്മൾ അവരെ കൊണ്ടുവരുന്നത്? നമ്മൾ വീട്ടിൽ നമുക്ക് സ്നേഹിക്കാനും പിന്നെ നമ്മളൊരു ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അവറ്റങ്ങളെ കൊണ്ടുവരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ പൊതുവേ നമ്മൾ വീട്ടിൽ വളർത്തുന്ന പിന്നെ നമുക്ക് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. നമ്മളൊരു കുട്ടീനെ കെയർ ചെയ്യുന്ന പോലെ തന്നെ അവരെ കെയർ ചെയ്യണം. എന്നാലും നമുക്ക് അവരെ ജീവനോടെ നിലനിർത്താനായിട്ട് പറ്റുള്ളൂ. എസ്പെഷ്യലി നമ്മളിപ്പോൾ പോമറേനിയൻ എന്തായാലും ലാസാപ്സോ അങ്ങനെയുള്ള ഡോഗ്സിനെ പെട്ടെന്ന് തന്നെ നമുക്ക് ഓരോ അസുഖങ്ങളൊക്കെ വരും. നമ്മളിങ്ങനെയുള്ള ഡോഗ്സിനൊക്കെ നമ്മൾ വീടിനകത്താണ് വളർത്തുക. അതായത് പോമറേനിയൻ അങ്ങനെ ലാസാപ്സോ അങ്ങനെ പിന്നെ വേറെ കുറേ ഡോഗ്സുകളൊക്കെ ഉണ്ട്. അതിനൊക്കെ നമ്മൾ വീടിനകത്ത് വീടിനകത്ത് തന്നെ നമ്മൾ വളർത്തും. അപ്പോൾ നമുക്ക് ഇവർക്കൊക്കെ പ്രത്യേകിച്ച് പെട്ടെന്ന് തന്നെ അസുഖങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ ഈ അധികം ഹെയറുള്ള ഡോഗ്സ് അങ്ങനെയുള്ള ഡോഗ്സിനൊക്കെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള കെയർ കൊടുക്കണം. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. പെറ്റ് ട്രസ്റ്റ് എന്നാണ് ഹോസ്പിറ്റലിൻ്റെ പേര്. കാക്കനാടാണ് സ്ഥലം കേട്ടോ. അപ്പോൾ അമ്പാടി കാറിൽ നിന്ന് പോപ്പീനെ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിനകത്ത് കയറുമ്പോൾ തന്നെ ഈ ഡോഗ്സിനുള്ള എല്ലാ തരത്തിലുള്ള ഫുഡുകളും പിന്നെ അവരുടെ ആക്സസറീസ്, അതായത് ഹെയർ കെയർ, ഗ്രൂമിങ്, അങ്ങനത്തെ എല്ലാ സെക്ഷനും എല്ലാ സാധനങ്ങളും ഹോസ്പിറ്റലിനകത്ത് തന്നെ അവൈലബിൾ ആണ് കേട്ടോ. കണ്ടോ, എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മുടെ പോപ്പിയുടെ ഗ്രൂമിങ്, അതായത് അവളുടെ ഹെയർ കട്ടിങ്ങിനൊക്കെ നമ്മൾ വേറെ ഗ്രൂമിങ് സെൻറ്റേഴ്സ് ഉണ്ട്, അവിടെയാണ് നമ്മൾ കട്ട് ചെയ്യാറ്. നമുക്ക് 1800-2000 റേഞ്ചിലൊക്കെയാണ് കേട്ടോ നമ്മൾ ഹെയർ കട്ടിന് വരാറ്. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ തന്നെ നമ്മൾ സ്വന്തം ട്രിം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വേറെ കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ആദ്യം അവിടെ കോമ്പയിനുണ്ട്, നല്ല സർവീസൊക്കെയാണ് കേട്ടോ അവിടുത്തെ. അപ്പോൾ നമ്മുടെ പോപ്പിക്ക് പേടിയായി തുടങ്ങിയിട്ടുണ്ട്. എനിക്കിന്ന് എന്തിട്ടിൻ്റെ പണിനെ ദൈവമേ കിട്ടാൻ പോകണമെന്നുള്ള മൂഡിലാണ് കേട്ടോ പോപ്പി ഇരിക്കുന്നത്. പോപ്പീനെ അമ്പാടി ഇങ്ങനെ കൂളാക്കണുണ്ട്. അപ്പോൾ അവർ ചെല്ലാൻ പറഞ്ഞിട്ട് നമ്മൾ അവിടേക്ക് പോവാണ്. അവർ പറഞ്ഞ ടേബിൾ മേലേക്കാണ് പോണത്. കണ്ടു നിൽക്കണ നമുക്കും ഒരു ടെൻഷനുള്ളൊരു അവസ്ഥയാണ്. കാരണം നമ്മളെ പോപ്പീനെ ഇങ്ങനെ ടെസ്റ്റിനൊക്കെ ആദ്യമായിട്ടാണ് സംഭവം നടക്കാൻ പോണത്. പോപ്പിക്ക് പേടിയായി തുടങ്ങി. പോപ്പി ഇതേ അമ്പാടിനെ പിടിച്ച് കയറണമൊക്കെ ഉണ്ട്. നമ്മുടെ ഡോക്ടർ എത്തിയിട്ടുണ്ട്. ഡോക്ടർ ഗ്ലൗസൊക്കെ ഇട്ട് നിൽക്കുകയാണ്. പോപ്പിയുടെ ആദ്യത്തെ ടെസ്റ്റ് അല്ലേ, അപ്പോൾ അതേ അവർ റെഡി ആയിട്ട് വരുന്നുണ്ട്. പോപ്പിക്കാണെങ്കിൽ ഇതൊക്കെ ഗ്ലൗസ് കണ്ടപ്പോൾ പേടിയായി.
നമ്മളെ പോപ്പിയുടെ വസ്ത്രം ഇതാണ്. ഇപ്പോൾ നമ്മൾ എൻ്റെ മോനായാലും അവനും ഇപ്പോൾ 3 വയസ്സ് തന്നെയാണ്. അപ്പോൾ നമ്മൾ പണ്ടൊക്കെ 2 വയസ്സുള്ളപ്പോഴൊക്കെ അവനെ ഡോക്ടർക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഡോക്ടർ ഇങ്ങനെ തലയിൽ ഇങ്ങനെ കാണിക്കും. കാരണം അവന് ശ്രദ്ധ മാറാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അവർ ചെയ്യാൻ പറഞ്ഞിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഞങ്ങളപ്പോൾ ബില്ലൊക്കെ അടച്ചിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാണ്. അപ്പോൾ പോപ്പി ക്ഷീണിതായിട്ട് കിടക്കുകയാണ് കേട്ടോ ഗൈസ്. പാവം പോപ്പി. അപ്പോൾ ഇങ്ങനെ ഡോഗ്സിനെ വളർത്തുന്നവർ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യുക. നമ്മളെ പോലെ തന്നെ അവരെ സ്നേഹിക്കുക. പല വീടുകളിലും ഒരു കാവൽ നായരെ പോലെ ആയിരിക്കും പലരും വളർത്തുക. പക്ഷേ അവരങ്ങനെ ആയിരിക്കില്ല കാണുന്നത്. അപ്പോൾ നമ്മളെ ഭാഗത്തു നിന്നുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റി കെയർ അവർക്ക് കൊടുക്കുക, വളർത്തുക.